നമ്മുടെ ജീവിതത്തെ വിജയകരമായി നിയന്ത്രിക്കുന്നതിന് നമ്മളാകെ പരിശീലിക്കേണ്ട ഒരേ ഒരു കാര്യം ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോളാണ്. മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പീറ്റർ ഡ്രക്കർ അദ്ദേഹത്തിൻ്റെ ചിന്തയിലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മാനേജിങ് ബൈ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സെൽഫ് കൺട്രോൾ. ഇത് രണ്ടുമാണ് ഒരു വലിയ വ്യവസായ പ്രമുഖന് പോലും വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കണം, ഓരോ പ്രോജക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം, പിന്നെ ആത്മനിയന്ത്രണം പഠിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ആത്മനിയന്ത്രണത്തിനുള്ള വഴികൾ വളരെ ചരിത്രാതീത കാലം മുതലേ, പുരാണങ്ങളുടെ കാലം മുതലേ ഉണ്ട്. ഇപ്പോൾ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്ന പഞ്ചകോശ സിദ്ധാന്തമാണ് ഞാൻ ഇന്ന് ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഒപ്പം പണ്ട് ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: യുദ്ധഭൂമിയിൽ വളരെയധികം ചഞ്ചലപ്പെട്ട മനസ്സുമായി നിൽക്കുന്ന അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഈ മനോനിയന്ത്രണത്തിന് എന്താണ് വഴി? അപ്പോൾ കൃഷ്ണനും പറയുന്നത് എങ്ങനെയാണ്: അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ എന്നാണ്. എന്ന് വെച്ചാൽ നീ പറയുന്നത് വളരെ സത്യമാണ് അർജുന, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്കത് സാധ്യമാക്കാനാകും. അപ്പോൾ എന്താണ് പഞ്ചകോശ തിയറി? പഞ്ചകോശ തിയറി അഭ്യസിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ആത്മനിയന്ത്രണം സാധ്യമാക്കാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പഞ്ചകോശ തിയറി എന്ന് പറയുന്നത്, സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ വളരെ ഗഹനമായ ഒന്നാണ്. അതിന് ഒരുപാട് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങളിലോട്ടൊന്നും അതിനെപ്പറ്റി പറയാനുള്ള അറിവും എനിക്കില്ല. അപ്പം ഞാനൊരു സാധാരണ മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതിയിൽ എൻ്റേതായിട്ടുള്ളൊരു പെർസെപ്ഷനിലാണ് ഞാനത് പറയുന്നത്. പല ക്ലാസ്സുകളിലും ഈ പഞ്ചകോശ സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് അത് വളരെയധികം പ്രായോഗികമായും ഉപയോഗപ്രദമായും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഞ്ചകോശം എന്ന് വെച്ചാൽ 5 കോശങ്ങൾ. നമ്മളെ ഒരു ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെയൊക്കെ 5 കോശങ്ങളായി നിയന്ത്രിച്ചിരിക്കുന്നു. അത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: നമ്മുടെ ഈ കാണുന്ന ശരീരം അല്ലേ, ഇതിനെ അന്നമയ കോശം എന്നാണ് വിളിക്കുന്നത്. ഇതിന് ഫുഡാണിത്. നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ആഹാരത്തിൻ്റെ ഒരു ആഹാരകോശം എന്ന് പറയാമില്ല, ആഹാരത്തിൻ്റെ ഒരു അക്യൂമുലേഷനാണ്. അക്യൂമുലേഷൻ ഓഫ് ഫുഡാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണ്? ആഹാരം തന്നെയാണ്. അപ്പോൾ അന്നത്തിൽ നിന്ന് പിറന്ന് അന്നം കഴിച്ച് വളർന്ന് മറ്റുള്ളവർക്ക് അന്നമാകേണ്ടതാണ് ഈ ശരീരം. എപ്പോഴും അങ്ങനെയാണ്. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അന്നത്തിൽ നിന്നുണ്ടായി, അന്നം കഴിച്ചു. മനുഷ്യനും എല്ലാ ജന്തുജാലങ്ങളും അന്നം കഴിച്ചു വളർന്നു, പിന്നെ അത് അന്നമായി മാറും. നമ്മൾ മരിക്കുമ്പോൾ അത് ഈ പ്രകൃതിയിൽ മറ്റ് സർവ്വചരാചരങ്ങളും അന്നമാക്കി മാറ്റും. അങ്ങനെയാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പം അന്നമയ കോശം എന്ന് പറയുന്നത് ആരോഗ്യം, ആഹാരം മരുന്ന് പോലെ ആകണമെന്നൊക്കെയുള്ള ഒരുപാട് പറച്ചിലുകളുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കഴിക്കുന്ന ആഹാരം സാത്വികം, രാജസികം, താമസികം എന്നൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, വളരെ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പകുതിയും ഇല്ലാതാകും. അപ്പോൾ ആഹാരം തന്നെയാണ് അമൃതം. അത് അമൃതായി, അതാണ് അമൃതേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം വളരെയധികം അമൃത് പോലെ ആഹാരം കഴിക്കുക. ബുദ്ധിപരമായി നമ്മുടെ ആൽക്കലൈൻ അസിഡിക് ബാലൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റാണ്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ബാക്കിയുള്ള ഫൈബറും ഒക്കെ ചേരുന്ന ഒരു സമീകൃത ആഹാരം കഴിക്കലാണ് ശരീരത്തെ ഏറ്റവും നന്നായി ആരോഗ്യകരമായി സൂക്ഷിക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ ശരീരത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കാൻ ആഹാരം മാത്രം പോരാ, പോഷക സമൃദ്ധമായ ആഹാരം, ആവശ്യത്തിന് ഉറക്കം, ആവശ്യത്തിന് വ്യായാമം, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആഹാരവും വ്യായാമവും വിശ്രമവും സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ, അന്നമയ കോശത്തെ വളരെ നന്നായി പരിപാലിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും മൗലികമായൊരു ധർമ്മമാണത്. കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഈ ശരീരമാണ്. ഈ ശരീരം നിന്നാൽ നമ്മൾ നിന്നു. അപ്പോൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. അതുകൊണ്ടാണ് അന്നമയ കോശം, അത് നമ്മളെങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ എല്ലാ നിയന്ത്രണത്തിൻ്റെയും തുടക്കം ശരീരത്തിൽ നിന്നാവണം.
അല്ലേ? ശരീരവും മനസ്സുമാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത്. രണ്ടാമത്തത് പ്രാണമയ കോശം. എൻ്റെ ഒരു പെർസെപ്ഷൻ ഇങ്ങനെയാണ്, നമ്മുടെ ശരീരം ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം വേണമല്ലോ, എനർജി വേണമല്ലോ, കറണ്ട് വേണമല്ലോ. അതാണ് പ്രാണൻ. പ്രാണൻ പോയി എന്ന് വെച്ചാൽ സത്ത് പോയി. അപ്പോൾ പ്രാണൻ ഏറ്റവും നല്ല, അല്ലേ, പ്രാണൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വളരെയധികം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നല്ല ഓക്സിജനേഷൻ ചെയ്യുന്നത്? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു നമ്മുടെ ഒരു കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നു, നടക്കുന്നു, ഓടുന്നു, അല്ലെങ്കിൽ നീന്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടുന്നു, നമ്മൾ ഓക്സിജനേറ്റ് ചെയ്യുന്നു ബോഡിയെ നന്നായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നല്ല പ്രാണൻ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. പിന്നെ പ്രാണായാമം പോലെയുള്ള മെഡിറ്റേഷൻ, ശ്വസന നിയന്ത്രണ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശ്വസന വ്യവസ്ഥയെ നന്നാക്കാൻ പറ്റും, നമ്മുടെ ഊർജം നന്നാക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മളൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ, ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ, അപ്പോൾ നമ്മൾ UPS വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റെബിലൈസറോ ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട്. എന്തുകൊണ്ടാണ്? വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ സിസ്റ്റം അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രാണനും വളരെയധികം, ഓക്സിജനും വളരെയധികം താളാത്മകമായി ഒരു സൈൻ വേവിൽ ഇങ്ങനെ അകത്തോട്ട് പോവുകയാണെങ്കിൽ ഇല്ല, നമ്മുടെ ശരീരത്തിന് കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിന് കൂടുതൽ ശാന്തമാകാൻ പറ്റും. അതാണ് പ്രാണൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രാണൻ പലതരത്തിലുള്ള പഞ്ചപ്രാണനുണ്ടെന്ന് പറയുന്നു. പ്രാണൻ, ഉപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാണനുണ്ടെന്നാണ് പറയുന്നത്. ഓരോ പ്രാണനും നമ്മുടെ ശരീരത്തിൽ ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രാണൻ നേരെയാക്കുക എന്ന് പറയുന്നത്, ഇപ്പം നന്നായി ആഹാരം കഴിക്കുക, ഉറങ്ങുക, വ്യായാമം ചെയ്യുക, അപ്പോൾ പിന്നെ പ്രാണായാമം ചെയ്യുക, ശ്വസനക്രിയകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനും, അല്ലേ, വളരെയധികം ഊർജ്ജസ്വലമായിട്ടുള്ളൊരു ശരീരം ഉണ്ടാകും. അവിടെ വളരെ ഊർജ്ജസ്വലമായൊരു മനസ്സുണ്ടാകും. അതാണ് മൂന്നാമത്തേത്, മനോമയ കോശം, മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയാണ് രൂപപ്പെടുന്നത്? മനസ്സ് രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് മനസ്സ് രൂപപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മനസ്സാണ്. സൈക്കോസോമാറ്റിക് കണ്ടീഷൻസ് എന്ന് മോഡേൺ സയൻസ് പറയും. നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നു. അപ്പോൾ മനസ്സ് തന്നെയാണ്, മനോബലം തന്നെയാണ് മനുഷ്യൻ്റെ ബലം എന്ന് പറയുന്നത്. അതാണ് ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരനെ വാഴ്ത്തുവിനെന്ന് നമ്മൾ പാടുന്നത്. അപ്പോൾ മനസ്സ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിനെ ഏറ്റവും ശക്തമാവണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ശക്തമാകണം. ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു, നമ്മൾ വളരെ നന്നായിട്ട് ഉറങ്ങി, നന്നായിട്ട് ഉണർന്നു, വ്യായാമം ചെയ്തു, ആവശ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ഇല്ലേ, അത്യാവശ്യം പ്രാണായാമമൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്ന ഒരാളിൻ്റെ മനസ്സെങ്ങനെയായിരിക്കും? വളരെയധികം ശാന്തമായിരിക്കും. അപ്പോൾ ശീലങ്ങളിലൂടെ മാത്രമേ നമുക്ക് ശരീരത്തിനെയും മനസ്സിനെയും പ്രാണനെയൊക്കെ നേരെയാക്കാൻ പറ്റൂ. അപ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സെൽഫ് കൺട്രോളിന് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട കാര്യം. അപ്പോൾ വളരെയധികം ആരോഗ്യകരമായ ശരീരത്തിൽ, ഇല്ല, വളരെയധികം ഓക്സിജനേറ്റ് ആയിട്ടുള്ളൊരു ബോഡിയിൽ വളരെയധികം സ്വച്ഛന്തമായൊരു മനസ്സുണ്ടാകുന്നു. നമ്മുടെ മനസ്സ് വളരെയധികം സ്വസ്ഥതയുള്ളതാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും സമീപിക്കുക? നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ സമീപിച്ചാൽ നമുക്കുണ്ടാകുന്ന അറിവും വളരെയധികം പോസിറ്റീവായിരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുള്ള ഒരാളിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. പലപ്പോഴും വിഷാദ രോഗങ്ങളും ബാക്കിയുള്ള മനസ്സിൻ്റെ പല ചാഞ്ചാട്ടങ്ങളും ഉണ്ടാകുന്നതിലൂടെയാണ് പല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് പേരെന്ന് സൈക്യാട്രിസ്റ്റുമാരുടെ ചികിത്സയിലാണ്. അവരൊരുപാട് ടാബ്ലറ്റ്സ് കൊടുക്കുന്നു, മെഡിസിൻസ് കൊടുക്കുന്നു, ഇവരുടെ സിസ്റ്റത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഹോർമോൺസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ശരീരത്തിന് ഇത്രയധികം ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകുന്നത്? അത് ചിന്തകളിലൂടെയാണ്. മനസ്സ് എന്തുമാത്രം ശരീരത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം. അപ്പോൾ മനസ്സിനെ നേരെയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ നല്ല സജ്ജന സംസർഗം ഉണ്ടാകണം, നല്ല ബുക്കുകൾ വായിക്കണം, ഈശ്വര പ്രണിധാനം വേണം, ഒരു പ്രാർത്ഥന വേണം, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? മനസ്സിനെ നന്നാക്കാൻ പറ്റുക. അപ്പോൾ മനോമയ കോശം ഉണ്ടാകുമ്പം അതിൻ്റെ പിന്നെ അടുത്ത തലമെന്ന് പറയുന്നത് വിജ്ഞാനമയ കോശമാണ്. അതായത് മനോമയ കോശത്തിൻ്റെ ആത്മാവാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ
അറിവാണ് എല്ലാം അല്ലേ. അപ്പം അറിവില്ലാത്തടത്ത് ആനന്ദമില്ല ഇല്ല. അജ്ഞതയാണ് ആനന്ദത്തിൻ്റെ അഭാവത്തിന് കാരണം. അപ്പോൾ അറിവും ആനന്ദവും ഒരുമിച്ച് വരും, അറിവില്ലായ്മയും ആനന്ദവും ഒരിക്കലും ഒരുമിച്ച് വരില്ല. അപ്പം അറിവാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദുഃഖം ഉണ്ടാകുന്നത്? നമ്മളൊരു പ്രോബ്ലത്തിൽ പോയി പെട്ടു, ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ തിരികെ വരണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ പണ്ട് അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ടതുപോലെയാണത്. നമുക്കതെങ്ങനെ തിരികെ വരണമെന്ന് അറിയില്ല. ആ അറിവില്ലായ്മയാണ് നമുക്കുണ്ടാകുന്ന ആ ഒരു ദുഃഖത്തിനുള്ള കാരണം. അപ്പോൾ സർവ്വ ദുഃഖങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അതാണ് വിജ്ഞാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ കാരണം. അപ്പോൾ അഞ്ചാമത്തെ കോശം എന്താണ്? ആനന്ദമയ കോശം. അറിവിലൂടെ ആനന്ദം. അറിവില്ലാതെ ആനന്ദം ഉണ്ടാകത്തില്ല. പലപ്പോഴും നമ്മുടെ തെറ്റായ ധാരണകൾ, വിവേചന ശക്തിയില്ലായ്മ, വിവേചന ബുദ്ധിയില്ലായ്മ, ഇതൊക്കെയാണ് നമ്മുടെ അജ്ഞതയ്ക്ക് കാരണം, ദുഃഖത്തിന് കാരണം. അപ്പോൾ നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുഃഖമില്ലാതിരിക്കൂ, ആനന്ദമുണ്ടാകൂ. അപ്പോൾ പഞ്ചകോശ സിദ്ധാന്തത്തെ ഞാൻ ഒന്നുകൂടി വ്യാഖ്യാനിക്കാം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. തീർച്ചയായിട്ടും അഷ്ടാംഗ യോഗ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ഈ പഞ്ചകോശങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അഷ്ടാംഗ യോഗയെപ്പറ്റി ഞാൻ വളരെ വിശദമായൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്. അതിനകത്ത് യമ, നിയമ, ആസന, പ്രാണായാമ, ധ്യാന, ധാരണ, പ്രത്യാഹാര, ഇല്ലേ, പിന്നെ സമാധി എന്ന് പറയുന്ന ഒരു 8 അവസ്ഥകളിലൂടെ നമ്മൾ പോകുന്നു. അപ്പം യമം എന്ന് പറഞ്ഞാൽ എന്താണ്? യമം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ. മറ്റേത് നിയമം എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റേർണലി പാലിക്കേണ്ട ചില നിയമങ്ങൾ. ആസനം എന്ന് പറയുന്നത് യോഗാസനം, നമ്മൾ കാണുന്ന ശാരീരികമായ വ്യായാമം. പ്രാണായാമം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ശ്വസനത്തിനെ നിയന്ത്രിക്കുന്നത്. പ്രത്യാഹാരം എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിനെ നമ്മൾ നിയന്ത്രിക്കുന്നത്. ധ്യാനം, ധാരണ എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനാണ്. സമാധി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ജീവാത്മാ ടു പരമാത്മാ എന്ന് പറയുന്നൊരവസ്ഥ. ഈ ഒരു 8 അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകേണ്ടത്. ഈ 8 അവസ്ഥകൾ മനുഷ്യനെ വളരെയധികം മനോനിയന്ത്രണത്തിന് സഹായിക്കും. ഇന്ന് പഞ്ചകോശ തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിധത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് അന്നമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം എന്ന് പറയുന്ന ഒരു 5 കോശങ്ങളെ നിയന്ത്രിക്കലാണ്. അഷ്ടാംഗ യോഗ എന്താണെന്നുള്ളതിനെക്കുറിച്ചും അതെങ്ങനെ നമ്മുടെ മനോനിയന്ത്രണത്തിന് സഹായിക്കുന്നതിനെക്കുറിച്ചുമുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. I am Praveen Kamalamma, now signing off. Thank you so much for watching me. See you again with another video.